കൂട്ടുകാരെ ഉണ്ടല്ലോ, J4E ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ഗാർഡൻ ടൂർ വീഡിയോ ആണ് ഇന്ന് എടുക്കാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എവിടെയാണ് എടുക്കുന്നതെന്നൊക്കെ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ മാനന്തവാടിയിൽ കുഴിനിലം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒത്തിരി നല്ല നല്ല ഭംഗിയുള്ള എന്താ പറയുക റോസ് പ്രേമികൾക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോയിലേക്ക് പോയാലോ? അപ്പം നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഒറ്റ വ്യൂവിൽ കാണുമ്പോൾ ഒത്തിരി ചെടിയൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. ചെടികളെല്ലാം ഒളിഞ്ഞിരിക്കുകയാണ് കേട്ടോ, നമുക്ക് കാണാം. അപ്പം നമ്മളിന്ന് വീഡിയോ എടുക്കുന്നത് എവിടെയാണെന്നറിയാമോ? അതായത് ഞാൻ ഇതിനു മുന്നേ ഒക്കെ നമ്മുടെ വീഡിയോയിലൂടെ നമ്മുടെ ജോർജേട്ടനെ കാണിച്ചിട്ടുണ്ട്. അതായത് ജോർജേട്ടനെ നമ്മുടെ വീഡിയോയിലൂടെ ഒത്തിരി പേർക്ക് പരിചിതമാണ് അല്ലേ. ജോർജേട്ടൻ്റെ കയ്യിൽ നിന്ന് കുറേ പേര് റോസ് ചെടികളൊക്കെ വന്ന് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജോർജ് ചേട്ടൻ്റെ അനിയൻ്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള റോസാപ്പൂക്കളെ ഒന്ന് കാണാം. പിന്നെ കുറേ മറ്റു തരം ചെടികളും ഉണ്ട് കേട്ടോ, എല്ലാം ഒന്ന് കാണിച്ചു തരാം. ഈ വീടിൻ്റെ നമ്മുടെ ഈ ഒരു പൂന്തോട്ടത്തിൻ്റെ ഉടമസ്ഥനാണ് കേട്ടോ, ജോർജ് ചേട്ടൻ്റെ അനിയനാണ്. ചേട്ടൻ്റെ പേര് റോജസ് ചേട്ടൻ കേട്ടോ. പിന്നെ ഇത് എല്ലാവർക്കും അറിയാം, എന്നാലും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് പരിചയം ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജോർജേട്ടൻ്റെ വീട്ടിൽ വന്നിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ആ വീഡിയോ ഒക്കെ ഒന്ന് ജസ്റ്റ് കാണണം കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ജോർജേട്ടന് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയാനല്ലോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഒന്നും പറയാനില്ല. എന്താ ചെയ്യുന്നതെന്നും കൂടെ ഒന്ന് പറഞ്ഞുതരാം. ഞാൻ റിട്ടയർഡ് അധ്യാപകനാണ്. തലപ്പുഴ സ്കൂളിൽ നിന്ന് ഹെഡ് മാസ്റ്ററായി റിട്ടയർ ആയതാണ്. റിട്ടയർ ആയ ശേഷം ഒരു പാഷൻ എന്ന നിലയിലാണ് ഗാർഡനിങ് തുടങ്ങിയത്. വൈഫ് എപ്പോഴും കൂടെ ഉണ്ട്. വൈഫ് ടീച്ചറാണ്. വൈഫാണ് ഇതിൻ്റെ എല്ലാം പിറകിൽ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത്. എല്ലാ കാര്യങ്ങളും പുള്ളി അറേഞ്ച് ചെയ്യും, ഞാനാണ് പരിപാലിച്ചു കൊണ്ടുപോകുന്നത്. അതെ, അതായത് നമ്മളൊരു പൂന്തോട്ടമൊക്കെ നമ്മൾ സംരക്ഷിച്ച് കൊണ്ടുപോകുമ്പോൾ എല്ലാവരും കൂട്ടായ ഒരു പ്രയത്നം വേണം അല്ലേ. നമുക്ക് ഒറ്റയ്ക്കായിട്ടൊന്നും നടക്കാൻ പറ്റുന്ന കാര്യമല്ല. പിന്നെ നമ്മുടെ ഈ സാർക്കുണ്ടല്ലോ ഒരു മൊമെന്റോ ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതായത് ഇപ്പൊ ഇവിടെ അടുത്ത് ദ്വാരകയിൽ ചേർന്ന വയനാട് ലിറ്ററേച്ചർ ഫെസ്റ്റില് അവർ വയനാട് ജില്ലാടിസ്ഥാനത്തിൽ നടത്തിയ ഹോം ഗാർഡൻ ഫെസ്റ്റില് ഹോം ഗാർഡൻ മത്സരത്തില് ബെസ്റ്റ് ഹോം ഗാർഡൻ ആയിട്ട് സാർക്ക് ഒരു മൊമെന്റോ ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും കൺഗ്രാജുലേഷൻ. താങ്ക് യു. അപ്പൊ നമ്മൾ ഈ വീടിന്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ ഉണ്ടല്ലോ, ഇവിടെ ഈ ഒരു നമ്മുടെ ഒരു ഭിത്തിയോട് ചേർന്നിട്ട് ഇവിടെ ഒരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതിൽ നല്ല ഫിഷിനെയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നോക്കി, നല്ല കളറായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ്, അതായത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മുടെ റോസ് പ്രേമികൾക്ക് വേണ്ടിയിട്ട്. അതായത് കണ്ടോ എന്തൊരു ഭംഗിയാന്ന് നോക്കിയാൽ നമ്മുടെ റോസാ ചെടിയിൽ റോസാപ്പൂ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണാനായിട്ട് കണ്ടോ. നല്ല ഹെൽത്തി ആയിട്ടും നല്ല വലിപ്പമുള്ള പൂക്കളും കേട്ടോ. ഇതൊക്കെ നമ്മുടെ ജോർജേട്ടൻ്റെ വീട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ട് അവർ നട്ട് വെച്ചേക്കണ റോസാണ് കേട്ടോ. കണ്ടോ നല്ല അടിപൊളിയായിട്ട് പൂവിട്ട് നിൽക്കുന്നുണ്ട്. അടുത്ത വെറൈറ്റിയാണേ, ഇത് നോക്കിയേ. ഇതാണ് നമ്മുടെ റെഡ്, അതായത് നല്ല പ്യൂർ റെഡാണ് കേട്ടോ. ഇത് കണ്ടോ, ഒരു കൊലയിൽ തന്നെ ഒത്തിരി പൂക്കളും കുറേ മുട്ടുകളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് കൊടുക്കുന്ന വളങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാവേ. ഈ ചെടികൾ ഇത്ര ഭംഗിയായിട്ട് പൂക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കടലപ്പിണ്ണാക്ക് നല്ലോണം പുളിപ്പിച്ച് അതിലേക്ക് എല്ലുപൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് NPKയും കൂടെ ചേർത്തിട്ട് ഈ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതും കണ്ടോ, നല്ല വലിപ്പമുള്ള പൂവും നല്ല എന്താ പറയുക ക്രീം കളറാണ് കേട്ടോ ഈ ഒരു ഫ്ലവറിൻ്റെ കളറ്. അപ്പോൾ ഈ ഒരു പൂവിൻ്റെ പേരൊക്കെ നിങ്ങൾക്ക്, അതായത് ഇതിനൊരു പേരുണ്ട് കേട്ടോ ഈ ഒരു റോസിന്. അപ്പോൾ അറിയുന്നവർ കമൻറ്റ് ചെയ്യണം. അതുമാത്രമല്ല കണ്ടോ, ഒരു ചോടാണിത്, അത്യാവശ്യം നല്ല ബുഷിയായിട്ടും നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. അപ്പം ഇതുപോലെ നമ്മുടെ റോസുകൾ ഇങ്ങനെ ബുഷിയായി വരണമെങ്കിൽ ഇത് പ്രൂണിങ് തന്നെ കൊടുക്കണം കേട്ടോ, റോസ് ഇങ്ങനെ ബുഷിയായിട്ട് കിട്ടണമെങ്കിൽ. അടുത്തതായിട്ട് എൻ്റെ ഒരു ഉള്ളംകൈ വലുപ്പത്തിൽ നമ്മുടെ ടൈഗർ റോസ് അല്ലേ. ഈ ടൈഗർ റോസിൻ്റെ കളറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റും പിങ്കും കൂടെ കൂടിയതാണേ. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ്, ഇതിന് നമ്മുടെ സ്നോ റോസ് അല്ലെങ്കിൽ കാശ്മീർ റോസ് എന്നൊക്കെ പറയുവേ. അപ്പോൾ ഇതും കണ്ടോ ഇതുപോലെ തന്നെ ബുഷിയായിട്ട് നല്ല സെറ്റായിട്ട് നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു ചെടി നട്ടതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ, അതും കാണിച്ചു തരാം. ഇനിയുണ്ടല്ലോ, ഞാനിങ്ങനെ പറഞ്ഞല്ലോ നമ്മുടെ ഈ റോസിന്, അതായത് റോസ് എന്നല്ല, നമ്മളൊരു ഗ്രൗണ്ടിൽ ഏത് ചെടി നടുവാണെങ്കിലും നനച്ചു കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ കാടിങ്ങനെ കയറിക്കൊണ്ടേയിരിക്കും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ റോസിൻ്റെ ഭാഗം മാത്രം വിട്ടിട്ട് ബാക്കി സ്ഥലങ്ങൾ മുഴുവനും പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് വിരിച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് എന്താ പറയുക, ഫുള്ളും ഇങ്ങനെ കാട് കയറാതെ ആ റോസിൻ്റെ ചുവട് ഭാഗം മാത്രമാണ് നമുക്കന്ന് കാട് കയറുള്ളൂ. അപ്പോൾ നമ്മളതൊക്കെ പറിച്ചു കൊടുത്താൽ വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. ഇത് കണ്ടോ, എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് ചാണകവും വളമൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്യാം.
അപ്പോൾ ഇങ്ങനെ റോസൊക്കെ മണ്ണിൽ നടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെയൊക്കെ ചെയ്യാവേ. ഭംഗിയൊന്ന് കാണാനായിട്ട് നമുക്ക് പറഞ്ഞറിയിക്കാനായിട്ട് വാക്കുകളില്ല കേട്ടോ. കണ്ടോ റോസിനൊക്കെ ഇവിടുത്തെ ഒരു ഗാർഡൻ വന്ന് കണ്ടിട്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത് ഈ റോസൊക്കെ കണ്ടിട്ടാണ് കേട്ടോ. അത്രയ്ക്കും ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവില്ല. അപ്പോൾ എല്ലാവരും കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ നമ്മുടെ സാറുടെ പൂന്തോട്ടം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇനി നമ്മൾ വന്നേക്കണത് അടുത്തത് കാണുന്നത് നമ്മുടെ ഫ്രൂട്ട്സ് ഗാർഡനാണ്. അപ്പോൾ ഈ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണത് ഇവിടെ അത്യാവശ്യം ഫ്രൂട്ട്സ് ആണ് കേട്ടോ. എല്ലാം ഇങ്ങനെ തരം തിരിച്ചാണ് നട്ട് വെച്ചേക്കണത്. അതായത് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ലിച്ചി. ഇത് ലിച്ചിയാണ് കേട്ടോ, ലിച്ചി. പിന്നെ ഇതാ പേരയ്ക്ക. പിന്നെ ഇതാ ബംബിളിമൂസ് ഇങ്ങനെ ഉണ്ടായി പഴുത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതും അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ടാണ്. പിന്നെ ഇതാ ഓറഞ്ച്. അപ്പോൾ ഇതെല്ലാം വളരെ എന്താ പറയുക നല്ല വൃത്തിയിലും നല്ല വെടുപ്പിലുമാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇങ്ങനെ വന്നിട്ട് ഇനി നമ്മളൊരു കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു സെക്ഷനിലേക്കാട്ടോ വന്നേക്കണത്. അതായത് ഇൻഡോർ ആയതുകൊണ്ട് ഇതിനധികം വെയിൽ കൊള്ളാൻ പാടില്ല. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു ചെടിയൊക്കെ ഉണ്ടല്ലോ, വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫ് മുഴുവൻ ഇങ്ങനെ ഒരു ബ്ലാക്ക് സ്പോട്ട് വന്നിട്ട് നാശമായി പോകും കേട്ടോ. അപ്പം ഇതുപോലത്തെ ഉള്ള ചെടികളെല്ലാം നമ്മളിങ്ങനെ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്യണം. അതാണ് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് ഭംഗി ഉണ്ടാവുക. അതുപോലെ തന്നെ ഒത്തിരി ഇൻഡോർ പ്ലാന്റ്സുകൾ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒത്തിരി ലെങ്ത് ആകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് ഓടിച്ചിട്ട് കണ്ടോളൂ കേട്ടോ. ഇനി നമ്മൾ കാണുന്നത്, അതായത് ഒരു വീടായാൽ ആ വീട്ടിലൊരു അടുക്കളത്തോട്ടം അത്യാവശ്യമാണ് അല്ലേ. പ്രത്യേകിച്ച് എന്താ പറയുക, ഞാനിങ്ങനെ പല വീഡിയോ എടുക്കാനൊക്കെ ചെല്ലുമ്പോഴും നമ്മൾ ഈ അധ്യാപകരുടെ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ അവർക്കൊരു സ്പെഷ്യലാണ്, അതായത് ഒരു അടുക്കളത്തോട്ടം നട്ടുപിടിപ്പിക്കുക എന്നുള്ളത്. അപ്പം അത്യാവശ്യം കണ്ടോ ക്യാബേജ്, ചീര, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതാ, പച്ചമുളക് എല്ലാം നട്ടിട്ടുണ്ട് കേട്ടോ. കറിവേപ്പ് കണ്ടോ, ഈ കറിവേപ്പൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ ബുഷിയായിട്ട് നിന്നാലാണ് നമുക്ക് എളുപ്പം വന്നിങ്ങനെ പറിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കറിവേപ്പൊക്കെ ഇങ്ങനെ എങ്ങനെയാണ് ബുഷിയാക്കി എടുക്കുന്നതെന്ന് വീഡിയോ വേണ്ടവർ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. എന്നുവെച്ചാൽ ഇതുപോലെ ഇങ്ങനെ ബുഷിയായിട്ട് നല്ലതുപോലെ വരാനായിട്ട് എന്താണ് ചെയ്ത് കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം. അടുത്തതായിട്ട് നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇപ്പോൾ ഒന്നും എവിടെയും തന്നെ കാണാനില്ല അല്ലേ, കരിമ്പ്. അതായത് നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു കരിമ്പൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിക്കാൻ നല്ലതല്ലേ. അപ്പോൾ ഇതാട്ടോ കരിമ്പൊക്കെ നട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ലോണം മൂത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട്. അടുത്തതായിട്ട് കാണുന്നതാണ് നമ്മുടെ വിയറ്റ്നാം എയർലി ചക്ക. ഇത് കണ്ടോ, ചെറിയ പ്ലാവാണ്. ഇതിൻ്റെ ചോട്ടിൽ തന്നെ ഇങ്ങനെ കായ്ച്ച് കിടക്കുന്നുണ്ട്, കാണുന്നുണ്ടോ, കണ്ടോ. അപ്പം ഇതുപോലത്തെ വിയറ്റ്നാം എയർലി പ്ലാവൊക്കെ എല്ലാവരും മേടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം എല്ലാ ടൈമിലും ചക്ക ഉണ്ടാകുന്നൊരു ഇതാണ് കേട്ടോ. അപ്പം നമുക്ക് അത്യാവശ്യം ചെറിയ പൂന്തോട്ടം കാര്യങ്ങളൊക്കെ ഉള്ളവർക്കുണ്ടല്ലോ, നമുക്ക് അത്യാവശ്യം നമ്മുടെ അടുക്കള വേസ്റ്റിൽ നിന്നും നമുക്ക് വളങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു ബയോബിനാണ് കേട്ടോ ഇത്. കണ്ടോ, ഇതിലങ്ങനെ വേസ്റ്റ് ഇടാൻ തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നത്. അപ്പം ഇതുപോലെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മുടെ അടുക്കള വേസ്റ്റൊക്കെ ഇടുവാണെങ്കിൽ നമുക്ക് അടിപൊളി വളമാക്കിയെടുക്കാം. നമ്മുടെ ടെക്കോമ പ്ലാന്റ് ആണ് കേട്ടോ. ഇത് കണ്ടോ, ഇതും ഇതുപോലെ നല്ലോണം പോട്ടിൽ സെറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്ത് ബുഷിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇത് ഫ്ലവറൊക്കെ ആയി വരുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് യെസ്റ്റർഡേ ടുഡേ ടുമാറോ, നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ. നമുക്ക് അധികം കെയറിങ് കൊടുക്കേണ്ടാത്തൊരു ചെടിയാണ്. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തങ്ങ് നട്ട് കൊടുത്താൽ മതി. ഇഷ്ടം പോലെ പൂക്കളായിരിക്കും. പക്ഷെ ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാൻ വന്ന സമയമുണ്ടല്ലോ, ഒരു കുറച്ച് വെയിലുള്ള ടൈം ആയതുകൊണ്ട് ഇതിൻ്റെ ഫ്ലവറൊക്കെ ഒന്ന് വാടി നിൽക്കുന്ന പോലെ ഉണ്ട്. ഇത് അതിരാവിലേക്കാണെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇതുണ്ടല്ലോ നമ്മുടെ സാറിൻ്റെ വീട്ടിൽ വളർത്തുന്ന ഗോൾഡൻ റിട്രൈവർ. കറക്റ്റ് പേരെനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നല്ല ഇണക്കമുണ്ട് കേട്ടോ. അത് മാത്രമല്ല ഞാനൊരു കാര്യം കാണിച്ചു തരാം. അപ്പോൾ ഇതിനിപ്പം കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരെ കൂടെ ഒന്ന് കണ്ടാലോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞൻ അതിഥികൾ. കണ്ടോ എത്ര കുഞ്ഞുങ്ങളുണ്ട് സാറേ? 6 അല്ലേ? ഓക്കെ, 6 കുഞ്ഞുങ്ങളുണ്ട്. കണ്ടോ, എല്ലാം നല്ല മിടുക്കന്മാരായിട്ടിരിക്കുന്നത് അല്ലേ? 3 ആണും
3 പെണ്ണുവാ? ആ 3 ആണ് 3 പെണ്ണു കേട്ടോ. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടല്ലോ, എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻ്റായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പട്ടിക്കുട്ടീനെയൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സാറുടെ പൂന്തോട്ടം അതെങ്ങനെയുണ്ടെന്നും എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെയുള്ള നല്ല അടിപൊളി ഗാർഡൻ ടൂർ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം അല്ലേ? അപ്പോൾ എല്ലാവർക്കും ബൈ.